എലപ്പുള്ളി ബ്രൂവറിക്കെതിരായ പ്രതിഷേധത്തിൽ ഇടപെട്ട് ഹൈക്കോടതി ഒയാസിസ് കമ്പനിയുടെ പ്രാരംഭ നിർമ്മാണത്തെ എതിർക്കുന്നതെന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. സ്ഥലം ഒയാസിസ് കമ്പനിയുടെ ഉടമസ്ഥതയിലല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. ഒയാസിസ് കമ്പനിക്ക് സ്വന്തം സ്ഥലത്തേക്ക് പ്രവേശിക്കാനാകില്ലേ? ഒയാസിസ് കമ്പനിയെ തടയുന്നത് എന്തിനെന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഒയാസിസിന്റെ പോലീസ് സംരക്ഷണ ആവശ്യം ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഇടപെടലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എലപ്പുള്ളി ബ്രൂവറിക്കെതിരായ പ്രതിഷേധത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വരുന്നത്. ഒയാസിസ് കമ്പനിയുടെ പ്രാരംഭ നിർമ്മാണത്തെ എതിർക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥലം ഒയാസിസ് കമ്പനിയുടെ ഉടമസ്ഥതയിലല്ലേ എന്ന നിർണായകമായ ചോദ്യം കോടതി ചോദിച്ചിരിക്കുന്നു. ഒയാസിസ് കമ്പനിക്ക് സ്വന്തം സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല, എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു അവകാശമില്ലേ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഒയാസിസ് കമ്പനിയെ തടയുന്നത് എന്തിനെന്ന നിർണായകമായ ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒയാസിസിന്റെ പോലീസ് സംരക്ഷണ ആവശ്യം ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു നമുക്കിപ്പം ചേരും. അതിനു മുൻപ് ഒന്ന് ചുരുക്കി ഒരിക്കൽ കൂടി പറയുകയാണ്. ഒയാസിസ് എലപ്പുള്ളി ബ്രൂവറിക്കെതിരായ പ്രതിഷേധത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ്. രേഷ്മയിലേക്ക് പോവുകയാണ്. രേഷ്മ, വളരെ നിർണായകമായ ഇടപെടലാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. രേഷ്മ പറയൂ. അതായത് ബ്രൂവറിയുടെ കമ്പനി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിഷേധക്കാർക്കെതിരെയാണ് ചില ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ ഒയാസിസ് എന്ന കമ്പനി നിലവിൽ ഹൈക്കോടതിയിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി പ്രാഥമികമായിട്ട് പരിഗണിച്ച സമയത്താണ് ഒയാസിസ് എന്ന കമ്പനിയുടെ പ്രാരംഭ നിർമ്മാണത്തിന് എന്തിനാണ് എതിർക്കുന്നതെന്നുള്ളൊരു ചോദ്യം പ്രതിഷേധക്കാരോട് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. സ്ഥലം ഒയാസിസ് കമ്പനിയുടെ ഉടമസ്ഥതയിലല്ലേ? ഒയാസിസ് കമ്പനിക്ക് സ്വന്തം സ്ഥലത്തേക്ക് പ്രവേശിക്കാനാകില്ലേ എന്നുള്ള ചോദ്യങ്ങളും ഹൈക്കോടതി ഇന്ന് ഈ പ്രതിഷേധക്കാരോട് ഉന്നയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പോലീസ് പ്രൊട്ടക്ഷൻ, അതായത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒയാസിസ് കമ്പനിയുടെ ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. പ്രതിഷേധക്കാരോട് തന്നെയാണ് ഈ ഒയാസിസ് കമ്പനിയെ അവിടെ പ്രവേശിക്കുന്നതിന് തടയുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഈ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത സമയത്ത് ഒയാസിസ് കമ്പനി ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ബ്രൂവറി അവിടെ പ്രവർത്തനക്ഷമമാക്കാനായിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പെട്രോൾ മിശ്രിതമായിട്ടുള്ള എഥനോൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം എന്നുള്ളതായിരുന്നു ഒയാസിസ് കമ്പനി ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ അടക്കം അനുമതി ലഭിച്ചിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നയത്തോട് ചേർന്നുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഈ കമ്പനി പ്രവർത്തനക്ഷമമാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പല വിധത്തിൽ പ്രശ്നങ്ങൾ തങ്ങൾക്കുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവിടെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സംരക്ഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടണം എന്നുള്ളതായിരുന്നു ഒയാസിസ് കമ്പനി നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് പരിഗണിച്ച സമയത്താണ് ഈ പ്രതിഷേധക്കാരോട് ഒരു വിമർശന സ്വരത്തിൽ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കമ്പനിയെ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തതെന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. എന്തായാലും വിശദമായിട്ട് തന്നെ ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വാദം കേൾക്കാമെന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചത്തേക്ക് ഒയാസിസ് കമ്പനിയുടെ ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്.